വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു LIC അഡ്വൈസറാണ്. LIC തിങ്കളാഴ്ച, അതായത് ഫെബ്രുവരി 19 ലോഞ്ച് ചെയ്യാൻ പോകുന്ന അമൃത് പാൽ പ്ലാൻ നമ്പർ 874 കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു എൻഡോമെന്റ് പ്ലാനാണ് ഈ അമൃത് പാൽ. അപ്പം അതിൻ്റെ വിവരണമാണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ മെച്യൂരിറ്റി കിട്ടുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. കുട്ടിയുടെ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഇതിൻ്റെ മെച്യൂരിറ്റീസ് നമുക്ക് കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ടൈം എന്നുള്ളത് നമുക്കറിയാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ഒന്നുകിൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് വിനിയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കാനായിട്ട് പാരൻസ് ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇതുപോലെ ഒരു പോളിസി നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ എഡ്യൂക്കേഷൻ ലോണ് എടുക്കാനായിട്ട് ഓടേണ്ട ആവശ്യമില്ല. അവരുടെ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ഇതിൻ്റെ റിട്ടേൺസ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു കിട്ടും. അതുപോലെ തന്നെ ഈ മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്നുള്ളത് ഒന്നുകിൽ നമുക്ക് ലംസമായിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഇതിൻ്റെ പോളിസിയുടെ ടേം നമ്മൾ നോക്കുമ്പോൾ മിനിമം 5 വർഷമാണ് നമുക്ക് സിംഗിൾ പ്രീമിയത്തിനകത്തത്. സിംഗിൾ പ്രീമിയം ആയിട്ടും ലിമിറ്റഡ് പ്രീമിയം ആയിട്ടും, അതായത് റെഗുലർ പ്രീമിയം ആയിട്ടും നമുക്ക് ഇത് അടയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇതിൽ സിംഗിൾ പ്രീമിയത്തിൽ 5 വർഷമാണ് നമുക്ക് മിനിമം ടേം വരുന്നുള്ളൂ. ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് 10 വർഷമാണ് ഏറ്റവും മിനിമം ടേം വരുന്നത്. മാക്സിമം 25 വർഷം വരെ നമുക്ക് അത് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ലിമിറ്റഡ് ഷോർട്ടർ പ്രീമിയം പേയ്മെന്റ് ടേം എന്ന് പറഞ്ഞിട്ട് ഒരു 5, 6, 7 വർഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള 3 രീതിയിലുള്ള ടേം നമുക്ക് എടുക്കാം. സിംഗിൾ പ്രീമിയം ആയിട്ട് എടുക്കാം, ലിമിറ്റഡ് പ്രീമിയം ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ലിമിറ്റഡ് ഷോർട്ടർ പ്രീമിയം പേയ്മെന്റ് ടേം എന്ന് പറഞ്ഞിട്ട് 5, 6, 7 വർഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഇതിന്റെ മിനിമം എൻട്രി ഏജ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. മാക്സിമം 13 വയസ്സ് വരെയും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഈ ഒരു സ്ലൈഡിനകത്ത് കാണിക്കുന്ന ഗ്യാരണ്ടീഡ് അഡീഷൻസ് വേറൊരു പോളിസിക്കും നമുക്ക് കിട്ടുന്നില്ല നിലവിൽ. നമ്മുടെ സമ്മർഷേഡിന്റെ ഓരോ 1000 രൂപയ്ക്ക് 80 രൂപ നിരക്കിലാണ് LIC ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കൊടുക്കുന്ന ഒരു പോളിസിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ 80,000 രൂപയാണ് നമുക്ക് ഓരോ വർഷവും ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആയിട്ട് കിട്ടുന്നത്. അത് നമ്മുടെ പേയ്മെന്റ് ചെയ്യുന്ന വർഷങ്ങളിൽ മാത്രമല്ല, പേയ്മെന്റ് ചെയ്യാത്ത നമ്മുടെ ടോട്ടൽ ടേമിനകത്തും നമുക്ക് ഈ ഒരു ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും എന്നുള്ളത് വലിയൊരു ആകർഷണീയത തന്നെയാണ്. അത് കൂടാതെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ ഫീച്ചറാണ്, അതായത് പെയ്ഡപ്പ് ആയിട്ട് മാറിയിട്ടുള്ള പോളിസി ആണെങ്കിൽ കൂടെ നമുക്ക് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. പെയ്ഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് അടവ് മുടങ്ങിയിട്ട്, പ്രീമിയം അടവ് മുടങ്ങിയിട്ട് പോളിസി പെയ്ഡപ്പ് ആയിട്ട് കിടക്കുക. നമ്മളത് സറണ്ടർ ചെയ്യാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ പോളിസി ടേമിനകത്ത് നമുക്ക് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. അവിടെ നമുക്ക് 80 രൂപ വെച്ചല്ല കിട്ടുക, അത് കുറവാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ത്രൂ ഔട്ട് അത് കിട്ടും. ഉദാഹരണത്തിന് 2 വർഷമെങ്കിലും മിനിമം അടച്ചിട്ടുണ്ടെങ്കിൽ, പേയ്മെന്റ് ടൈം 5 വർഷമാണ് എടുക്കണമെങ്കിൽ അതിൽ 2 വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് 15 രൂപ നിരക്കിൽ 1000 രൂപയ്ക്കും നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. ഇനി 2 വർഷം അടച്ചു 6 വർഷത്തെ ടൈമാണ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ 9 രൂപ നിരക്കിൽ കിട്ടും. 7 വർഷത്തെ ടൈമിലാണെങ്കിൽ 2 വർഷം അടച്ചു കഴിഞ്ഞാൽ 6 രൂപ നിരക്കിൽ നമുക്കത് ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. ഇനി 3 വർഷമാണ് അടച്ചിട്ടുള്ളെങ്കിൽ 5 വർഷത്തെ ടൈമിനകത്ത് 33 രൂപ നിരക്കിലും, 3 വർഷമാണ് അടച്ചിട്ടുള്ളത് 6 വർഷത്തെ ടേമാണ് എടുത്തിരിക്കണമെങ്കിൽ 23 രൂപ നിരക്കിലും, 7 വർഷത്തെ ടേം എടുത്തു കഴിഞ്ഞ് 3 വർഷം അടച്ചിട്ടില്ലെങ്കിൽ 16 രൂപ നിരക്കിലും നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. അങ്ങനെ പോയി 6 വർഷം നമ്മൾ അടച്ചു, പിന്നീട് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല, 7 വർഷത്തെ ടേമാണ് അടക്കണമെങ്കിൽ അപ്പോൾ 58 രൂപ നിരക്കിൽ നമുക്ക് ഇവിടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. അപ്പോൾ ഓരോ നമ്മുടെ പോളിസി ടേമിനകത്ത് ഓരോ വർഷം അവസാനം ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ മറ്റു പോളിസികളുടെ അകത്ത് നമ്മുടെ പേയ്മെന്റ് മുടങ്ങി പെയ്ഡപ്പ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് മറ്റു പോളിസികളുടെ അകത്ത് കിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്കത് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മൾ നോർമലി മുടങ്ങാതെ അടച്ചു പോവുകയാണെങ്കിൽ ഓരോ 1000 രൂപയ്ക്കും 80 രൂപ നിരക്കിലാണ് നമുക്കിവിടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുക. അത് വളരെ വലിയൊരു നിരക്ക് തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു റിട്ടേൺ നമുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ റൈഡർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പ്രീമിയം വീവർ ബെനിഫിറ്റ് റൈഡർ ആണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡർ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ പാരന്റ് ആയിരിക്കും ഇവിടെ പ്രീമിയം അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ പാരന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ LIC ആ പ്രീമിയം നേരിട്ട് അടയ്ക്കുകയും ഈ കുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന രീതിയിൽ അത് കൺവേർട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു പ്രീമിയം വീവർ
ബെനിഫിറ്റിൻ്റെ റൈഡർ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് പ്രീമിയം വേവർ PWB എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഇത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പോളിസി ടൈമിനകത്ത് നമുക്ക് ആഡ് ഓൺ ആക്കിയിട്ട് എടുക്കാനായിട്ട് അവസരത്തിനകത്തുണ്ട്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മുടെ പ്രീമിയം പേയ്മെന്റ് ടേം 5 വർഷമെങ്കിലും മിനിമം ഉണ്ടാവണം. ആ ഒരു സമയത്താണ് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ റൈഡർ എടുത്തിട്ടില്ലെങ്കിലും പിന്നീട് നമുക്ക് നമ്മുടെ പോളിസിയുടെ കൂടെ ആഡ് ഓൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൈഡറാണ് PWB എന്നുള്ളത്. ഇതിന്റെ ഗുണം എന്നുള്ളത് പാരന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോളിസി മുടങ്ങാതെ LIC മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു റൈഡറാണ് PWB റൈഡർ എന്നുള്ളത്. ഇനി അടുത്തത് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് മറ്റു പോളിസികൾക്കുള്ളത് പോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് മെച്യൂരിറ്റി ബെനിഫിറ്റ്, ഒന്ന് ഡെത്ത് ബെനിഫിറ്റ്. മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ടോട്ടൽ പീരീഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്നത് ബേസിക് സം മെഷേർഡ്, അതുപോലെ അതിന്റെ കൂടെ അക്വേർഡ് ഗ്യാരണ്ടീഡ് അഡീഷണൽസ്, ഇത്രയും ചേർത്താണ് ആ കുട്ടിക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക. ഇനി ഡെത്ത് ബെനിഫിറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ഓപ്ഷൻസ് ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റിനും പിന്നെ 2 ഓപ്ഷൻസ് സിംഗിൾ പ്രീമിയത്തിനാണ് കൊടുത്തിരിക്കുക. അതിൽ ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് ഓപ്ഷൻ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അടയ്ക്കുന്ന വാർഷിക പ്രീമിയത്തിന്റെ 7 ഇരട്ടി അല്ലെങ്കിൽ ബേസിക് സം മെഷേർഡ്, ഇതിന്റെ ഏതാണോ വലുത് അതാണ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ കൊടുക്കുക. ഇനി ഓപ്ഷൻ 2 ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഒന്നുകിൽ ബേസിക് സം മെഷേർഡ് അല്ലെങ്കിൽ നമ്മുടെ ആനുവലൈസ്ഡ് വാർഷിക പ്രീമിയത്തിന്റെ 10 ഇരട്ടി, ഇതിൽ ഏതാണോ വലുത് അതായിരിക്കും കൊടുക്കുക. ഇത് ലിമിറ്റഡ് പ്രീമിയത്തിന്റെ കാര്യത്തിലാണ്. ഇനി സിംഗിൾ പ്രീമിയത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓപ്ഷൻ 3 ആണെങ്കിൽ നമ്മൾ അടച്ച സിംഗിൾ പ്രീമിയത്തിന്റെ 1.25 ഇരട്ടി അല്ലെങ്കിൽ ബേസിക് സം മെഷേർഡ് ഏതാണോ വലുത് അതാണ് കൊടുക്കുക. ഓപ്ഷൻ 4 ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അടച്ച സിംഗിൾ പ്രീമിയത്തിന്റെ 10 ഇരട്ടിയാണ് ഇവിടെ കിട്ടുക. ഇനി അടിയിൽ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ബെനിഫിറ്റ് ഓപ്ഷൻ 1 and 2 അകത്ത് മിനിമം എന്തായാലും നമ്മൾ ടോട്ടൽ അടച്ച പ്രീമിയത്തിന്റെ 105% എന്തായാലും മിനിമം എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റിസ്ക് കവർ ആരംഭിക്കുന്നതിന് മുൻപ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ച പ്രീമിയം മാത്രമാണ് നമുക്ക് റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുള്ളൂ. ഇനി ഇതിന്റെ സെറ്റിൽമെന്റ് ഓപ്ഷനെ കുറിച്ചാണ്. ഇത് നമുക്ക് ഡെത്ത് എമൗണ്ട്, ഡെത്ത് മെച്യൂരിറ്റി എമൗണ്ട്, ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ മെച്യൂരിറ്റി നമുക്ക് ബെനിഫിറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാം. ഇൻസ്റ്റാൾമെന്റ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ലെംസം എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ മെച്യൂരിറ്റി എമൗണ്ട് ആണെങ്കിൽ നമ്മളെ മെച്യൂരിറ്റി ആവുന്നതിന് 3 മാസം മുമ്പെങ്കിലും നമുക്ക് അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു മിനിമം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പറയുന്നുണ്ട് ഈ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത് മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് എടുത്തതിന് ശേഷം ഈ എടുത്തിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് അത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കിട്ടുവാണ് ചെയ്യുള്ളൂ. നമുക്ക് അത് ഒന്നിച്ച് പിന്നീട് വാങ്ങാനായിട്ട് പറ്റില്ല. ഇനി ഡെത്ത് ബെനിഫിറ്റും നമുക്കിതുപോലെ ലംസമായിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇതിനകത്തും 5, 10, 15 വർഷങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇതാണ് സെറ്റിൽമെന്റിന്റെ മിനിമം ക്രൈറ്റീരിയ. അതായത് മന്ത്ലി ആണെങ്കിൽ 5,000 രൂപയെങ്കിലും മിനിമം നമുക്ക് ഉണ്ടാവണം, ക്വാർട്ടർലി ആണെങ്കിൽ 15,000, ഹാഫ് ഇയർലി ആണെങ്കിൽ 25,000, ഇയർലി ആണെങ്കിൽ 50,000. ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്ലൈഡിനകത്ത് കാണിച്ചിരിക്കുന്നത് ഹൈ സം മെഷേർഡ് റിബേറ്റ് ആണ്. അപ്പൊ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഉണ്ട്, നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കിയത് മനസ്സിലാവും. അതായത് ഇതിനെ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3.25 ലക്ഷം വരെ ഒരു സ്ലാബ്, 3.5 തൊട്ട് 4.75 വരെ അടുത്ത സ്ലാബ്, 5 ലക്ഷം മുതൽ 9.75 വരെ അടുത്ത സ്ലാബ്, 10 ലക്ഷം മുതൽ 24.5 ലക്ഷം വരെ അടുത്ത സ്ലാബ്, 25 ലക്ഷത്തിന് മുകളിൽ വേറെ സ്ലാബ്. ഇനി റൈറ്റിലേക്ക് വരികയാണെങ്കിൽ മെച്യൂരിറ്റി ഏജ് 18 മുതൽ 21 വയസ്സ് വരെയാണെങ്കിൽ അതൊരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ മെച്യൂരിറ്റി ഏജ് 22 മുതൽ 25 വരെയാണെങ്കിൽ വേറെ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ 18 മുതൽ 21 വയസ്സ് വരെ തന്നെ എൻട്രി ഏജ് 9 വയസ്സ് വരെയുള്ളതും ഒരു കാറ്റഗറി, 10 മുതൽ 13 വയസ്സ് വരെയുള്ളത് വേറെ കാറ്റഗറി. അങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിലൊരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ 25 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഹൈ സം മെഷേർഡ് റിബേറ്റ് കിട്ടുന്നത് ഏജ് ഓഫ് എൻട്രി, അതായത് മെച്യൂരിറ്റി ഏജ് 22 മുതൽ 25 വയസ്സ് വരെയുള്ളതിൽ ഏജ് ഓഫ് എൻട്രി 9 വയസ്സ് വരെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10 രൂപ നിരക്കിലാണ്. 25 ലക്ഷത്തിന് മുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈ സം മെഷേർഡ് റിബേറ്റ് 10 രൂപയാണ്. നമുക്ക് ആ കോളത്തിൽ നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ അത് ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് ഓപ്ഷനകത്താണ്, ഓപ്ഷൻ 1 and 2 അകത്താണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അതുപോലെ തന്നെ സിംഗിൾ പ്രീമിയത്തിനും ഇതുപോലെ തന്നെയുള്ള ഡിഫറെന്റ് സ്ലാബ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മെച്യൂരിറ്റി വരുന്നത് 18 മുതൽ 21 വയസ്സ് വരെയും 22 മുതൽ 25 വയസ്സ് വരെയും അത് തന്നെ സെയിം കാറ്റഗറീസ് ഇവിടെ വരുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന റിബേറ്റ്സിൽ നല്ല ഹൈക്ക് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് 3.25
3.5 തൊട്ട് 4.75 വരെ അടുത്ത സ്ലാബ്, 5 ലക്ഷം മുതൽ 9.75 വരെ അടുത്ത സ്ലാബ്. സെയിം സ്ലാബ് തന്നെ ഇവിടെ വരുന്നു, പക്ഷെ ഇവിടെ റേറ്റ്സ് നമുക്ക് നന്നായിട്ട് കൂടുതലാണ്. ഉദാഹരണത്തിന് മെച്യൂരിറ്റി ഏജ് 22 മുതൽ 25 വയസ്സ് വരെയുള്ള അതിനകത്ത്, ഏജ് ഓഫ് എൻട്രി 9 വയസ്സ് വരെയുള്ളതിനകത്ത് 25 ലക്ഷത്തിന് മുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ 37.5 രൂപ നിരക്കിൽ നമുക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട്. ഹൈ സമ്മേഷയുടെ റിബേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട്, നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസും ഉണ്ട്, നമുക്ക് ലൈഫ് കവറും ഉണ്ട്. ടോട്ടലി നല്ലൊരു പാക്കേജ് പോളിസിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ മറ്റു ഫെസിലിറ്റീസ് ആണ് സറണ്ടർ ഫെസിലിറ്റി. അപ്പൊ ലിമിറ്റഡ് പ്രീമിയത്തിന്, റെഗുലർ പ്രീമിയത്തിനകത്താണെങ്കിൽ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് സറണ്ടർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ നമ്മുടെ പോളിസി ടൈമിനകത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കത്, പോളിസി തുടങ്ങി എപ്പോൾ വേണമെങ്കിലും ഇത് സറണ്ടർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ലോൺ ഫെസിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ലിമിറ്റഡ് പ്രീമിയത്തിനകത്താണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റുള്ളൂ. സിംഗിൾ പ്രീമിയത്തിനകത്താണെങ്കിൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. റിവൈവൽ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് പോളിസി മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ മുടങ്ങിയ ഡേറ്റ് മുതൽ 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പുതുക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ആകർഷണീയമായിട്ടുള്ള ഒരു പോളിസിയാക്കി മാറുന്നത് എന്നുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടണ ഒരു പോളിസിയാണ്. 1000 രൂപയ്ക്ക് 80 രൂപ നിരക്കിലാണ് ഇവിടെ നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്നത്. അത് ത്രൂ ഔട്ട് പോളിസി ടേമിനകത്ത് നമുക്കിത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് അപ്പ് പോളിസിയുടെ അകത്തും ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്നുണ്ട്. 80 രൂപ നിരക്കിലല്ലെങ്കിലും ഒരു കുറഞ്ഞ നിരക്കിൽ നമുക്ക് പെയ്ഡ് അപ്പ് ആയി കിടന്നാലും ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലംസം എമൗണ്ട്, മെച്യൂരിറ്റി ആണെങ്കിലും ഡെത്ത് ബെനിഫിറ്റ് ആണെങ്കിലും നമുക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ട് ഇത് എടുക്കുമ്പോൾ കുട്ടിയുടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക്, ഒന്നെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇത് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഷോർട്ടർ പ്രീമിയം പേയ്മെന്റ് ടേം ആണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ പ്രീമിയം ആയിട്ട് നമുക്ക് ഇത് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രൻസിനോ ഒക്കെ ഒരു ഗിഫ്റ്റ് പോലെ അവർക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. കറക്റ്റ് അവരുടെ എഡ്യൂക്കേഷൻ സമയത്ത് ഇത് മെച്യൂരിറ്റി ആവണ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ ഗിഫ്റ്റ് പോലെ ഇത് പാരന്റ്സിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നവർക്ക് ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതാണ്, ഇതിന്റെ പ്രീമിയം സ്ലാബ് മറ്റൊക്കെ കാണിച്ചിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോളിസി ആയിട്ട് ഇത് മാറാനായിട്ട് സാധ്യതയുള്ള ഒരു പോളിസിയാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാരന്റ്സ് നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു പോളിസി എടുത്തിടാനായിട്ട് സഹായിക്കുക അവരെ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത തിങ്കളാഴ്ച 19-ാം തീയതി മുതൽ ഇത് അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പോളിസി ഒന്നും എടുക്കാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോളിസി എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പോളിസിയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതാണ്. ഇനി പോളിസി വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ പോളിസി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ, കുട്ടികളുള്ള എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.